അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ഹനാസിറ്റിൽ വേൾഡ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ചെന്ന് കാണുക. പിന്നെ 3 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ ലൈക്ക് ചെയ്യാൻ പാടുള്ളൂ, ഷെയർ ചെയ്യാൻ പാടുള്ളൂ, സബ്സ്ക്രൈബ് ആൻഡ് സ്മോൾ ലൈക്കൻ കൂടെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ കൂട്ടുകാരെ? സപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല എന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പറായിട്ടും കൂടെ എന്നെ കൂട്ടില്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഡിഷിലോട്ട് കിടക്കാം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റി സ്വീറ്റ് ആണ്. അതിൻ്റെ പേര് ലഡു. നമ്മളെല്ലാവരും അത് പുറത്തുനിന്നാണ് വാങ്ങുന്നത്. പക്ഷെ ഇന്ന് എൻ്റെ ഉമ്മച്ചി അത് വീട്ടിലുണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മുടെ ഉമ്മച്ചിയുടെ കിച്ചണിലോട്ട് പോവാം. ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ലഡുവുമായിട്ടാണ്. സാധാരണ പ്രവാസികളായ നമുക്ക് ഇതൊക്കെ ഇവിടെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നാട്ടിൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. കടലമാവാണ് അതിനാവശ്യം. അതിന് 1.25 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കടലമാവിലോട്ട് കുറേശ്ശെയായിട്ട് ഈ വെള്ളം ഒന്ന് ആഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ബൗളെന്ന് പറയുന്നത് ഏകദേശം ഒരു 1.25 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ഒരു ബൗളാണ്. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കട്ടയില്ലാതെ ഹാൻഡ് വിസ്ക് വെച്ച് തന്നെ നമ്മൾ ചെയ്യണം. മാക്സിമം നമ്മൾ കട്ട കെട്ടാതെ തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ 1.25 ഗ്ലാസ് വെള്ളവും ഈ 2 കപ്പ് മാവിലോട്ട് ആഡ് ആവും. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാവിൻ്റെ പരുവത. കണ്ടില്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് യെല്ലോ കളർ കിട്ടാൻ വേണ്ടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു അടുപ്പ് കത്തിച്ച് പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാം നമ്മുടെ കൈയിനടുത്ത് വെച്ച് ചെയ്യണം. എങ്കിലേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി തയ്യാറാക്കേണ്ടിയുണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്പാച്ചുല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതിൽ കോരി ഒഴിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഒരു സ്പൂൺ അടുപ്പിച്ച് കോരി ഞാൻ ഇതിലോട്ടിട്ട് എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കി കൊടുക്കാം. നമ്മൾ ഒരു സൈഡ് തന്നെ വെച്ചുകൊണ്ടിരിക്കരുത്, എങ്കിൽ എല്ലാം കൂടെ മിക്സ്ഡ് ആയിപ്പോവും. അതിൽ കണ്ടില്ലേ? എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് ഒരുപാട് ക്രിസ്പി ആവാൻ പാടില്ല, എന്നാൽ ഏകദേശം നല്ല പൊരി വേണം താനും. കണ്ടില്ലേ? ഇതുമാതിരി നമുക്ക് കോരി എടുക്കേണ്ടിയുണ്ട്. കണ്ടോ? അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതുമാതിരി കോരി ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കാം. കണ്ടില്ലേ? നമുക്ക് 2 കപ്പ് മാവിൽ ഒത്തിരി ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെൻ്റെ അവസാന ബാച്ചാണ്. അതുകൂടെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എടുക്കുക. 2 കപ്പ് മാവിന് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ തന്നെയാണ് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ പൂന്തി റെഡിയായി കഴിഞ്ഞു. ഇതിനെ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ ഏകദേശം ലഡുവിൻ്റെ ഒരു ഹാഫ് വരെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാഫ് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കിതിനെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. 2 ബാച്ചസ് ആയിട്ട് നമുക്കിതിനെ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ക്രഷ് ആവണ്ട, എങ്കിലും കുറച്ച് ആവണം സംഭവം. അപ്പോൾ ഞാൻ പൊടിച്ച് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? കണ്ടോ? ഈ ടൈപ്പിൽ വേണം നിങ്ങൾ ചെയ്യാനുള്ളത്. നമുക്ക് അടുത്തത് കൂടി അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം. കണ്ടില്ലേ? 2 കപ്പ് മാവിന് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കണ്ടില്ലേ? കണ്ടോ?
അപ്പോൾ നമ്മുടെ പൂന്തിയൊക്കെ മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനാവശ്യമായ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ മാവ് എടുത്തത് ഞാൻ ഏകദേശം ഒരു 250 കപ്പ് ml ഇതിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേ കപ്പിൽ തന്നെ നമുക്ക് 2 കപ്പ് പഞ്ചസാര എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു പഴയ പാത്രത്തിലോട്ടാണ് ഞാൻ പഞ്ചസാര സിറപ്പ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് 2 കപ്പ് പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് 1 കപ്പ് വെള്ളം നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ട് പഞ്ചസാര സിറപ്പ് ആവുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം വേണ്ടി വരും. അപ്പം 1 നൂൽ പരുവമാണ് ഇതിനാവശ്യമായത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാര സിറപ്പ് ഏകദേശം 5 മിനിറ്റ് ആവാറായിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു നാരങ്ങ ചെറുതായിട്ടൊന്ന് സ്ലൈസായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് ഓഫ് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം വേണ്ട ഒരു കുറച്ച് മതി കേട്ടോ. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. പക്ഷെ ഞാൻ ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ ഫ്രഷാണ് ആഡ് ചെയ്യുന്നത്, കളറല്ല. ഒരു കാരണവശാലും ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക, പിന്നെ 2 ഗ്രാമ്പ് അതിൻ്റെ കൂടെ ഇട്ട് പൊടിച്ച് നമുക്കതും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. റിയൽ ഫ്ലേവർ വരണമെങ്കിൽ ഗ്രാമ്പിൻ്റെ ടേസ്റ്റ് വരണം. അപ്പോൾ അതുകൊണ്ട് ഏകദേശം നമുക്ക് സിറപ്പായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതിനെയാണ് പറയുന്നത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അതായത് 1 നൂൽ പരുവം എന്നാണ് ഇതിനെ പറയുന്നത്. കയ്യിലെടുക്കാൻ എനിക്കിപ്പോൾ ഒത്തിരി ചൂടുണ്ട്. ഏകദേശം നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം, ഏകദേശം 1 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കാരണം നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നമ്മളിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ചെറു ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് അരിച്ചാണ് ഒഴിക്കുന്നത്. കാരണം നമ്മുടെ ചെറിയ ഏലക്കയുടെയൊക്കെ ചെറിയൊരു ഡസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ഇതിന് വേണ്ട. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരിച്ചൊഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു 1/2 hour അടപ്പ് വെച്ച് അടച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 1/2 hour ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ പരുവമെന്ന്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല മയപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ക്യാഷ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഇതിനെ ഒന്ന് പിടിക്കേണ്ടതുണ്ട്. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് കയ്യിലെടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ റിയൽ ടേസ്റ്റ് നാട്ടിൽ നിന്ന് കിട്ടുന്ന സെയിം ടേസ്റ്റിന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കിതിനെ ഒരു ബോളായിട്ട് പിടിക്കാം. ഇത് മതി. ചെറുതാണെങ്കിൽ ചെറുതാക്കാം, വലുതാണെങ്കിൽ വലുതാക്കാം. എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതാ കണ്ടില്ലേ, ഇതാ കണ്ടോ, വളരെ ടേസ്റ്റിയാണ്. കണ്ടോ, നട്ട്സൊക്കെ ഉണ്ട്. ഒരെണ്ണം ഞാനിതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഇതുമാതിരി ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ടേസ്റ്റിയായ ജ്യൂസിയായ സോഫ്റ്റായ നമ്മുടെ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഈ ലഡു തയ്യാറാക്കിയെടുക്കാം. ഏകദേശം 2 കപ്പ് മാവിലാണ് ഞാൻ ഇത്രയും ലഡു തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ബൈ. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നല്ല ടേസ്റ്റിയാണ്, ഡിലീഷ്യസ് ആണ്. കാണുന്ന പോലെ തന്നെ അടിപൊളിയാണ്. നിങ്ങൾക്കിത് പുറത്തുനിന്ന് വാങ്ങാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് എൻ്റെ ഉമ്മച്ചി ഇത് കാണിച്ചത്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. 3 മിനിറ്റ് കണ്ടതിന് ശേഷം മാത്രമേ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ പാടുള്ളൂ, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ആ സ്മോൾ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. പുതിയ വീഡിയോ വരുന്നവരെ ഹന സലാമി സൈനിങ് ഓഫ്.